ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ഇതിനെ എടുക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബേസിക്കലി ഒരു ഇമോഷണൽ സ്റ്റോറിയാണ്, ഒരു ഫാദർ സൺ ഇമോഷണൽ സ്റ്റോറി. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി. അതിനപ്പുറം നമ്മൾ ഇതിനകത്തൊന്നും പറയുന്നത്. രാഷ്ട്രീയം ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. സാറാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു സിനിമയായിട്ടുള്ള ഒരു അതേപോലെ ഒരു പടമൊന്നുമല്ല. ഇതൊരു ചെറിയ ഇമോഷണൽ സിനിമ എന്ന് ചിന്തിച്ചാൽ മതി. അച്ഛനും മകനും റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഇമോഷണൽ സിനിമ. ഉണ്ണികൃഷ്ണൻ സാർ ചേട്ടൻ പറയും പലപ്പോഴും എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ എന്നുള്ള ഡയലോഗ്. അപ്പോൾ ഇങ്ങനത്തെ കമ്പാരിസണുകളെ പറ്റി അവെയർ ആണോ? അങ്ങനെ അങ്ങനെ ഒരു ട്രെയിറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വർക്ക് ആവുന്നുണ്ട് ലാലേട്ടനെ പോലെ. ആ ഒരു ഏരിയയെ പറ്റി ബോധവാനാണോ? അല്ല, അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇതാണല്ലോ. കാരണം പുള്ളി ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്, അതേപോലെ വേറൊരാളില്ല. ഞാൻ ബേസിക്കലി ആക്ടിങ് വളരെ കാഷ്വലായിട്ട് എടുക്കുന്ന ആളാണ്. അത് ഞാൻ തുടക്കമേ മുതൽ അങ്ങനെ ശീലിച്ചാണ്. ഞാൻ അങ്ങനെ പഠിച്ച ആളൊന്നുമല്ല ആക്ടിങ് എന്താണെന്നുള്ളത്. ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ മെൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരെനിക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് പോയ ഒരാളാണ്. അപ്പോൾ ഞാൻ ആ കാഷ്വൽ രീതിയിലാണ് ഇതിനെ എടുക്കാറ്. അല്ലെങ്കിൽ ഒരു സിനിമ തുടങ്ങാൻ പോകുന്നു, അതിന് മുമ്പ് ഭയങ്കര പ്രിപ്പറേഷനോ അല്ലെങ്കിൽ തലേ ദിവസം ഇരുന്ന് ഡയലോഗ് പഠിക്കലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ നേരെ സെറ്റിൽ പോകുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, എന്താണോ ശരിയെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു. അതിനെ കറക്റ്റ് ചെയ്യാൻ അവിടെ ഡയറക്ടറിന് എന്തെങ്കിലും ബോധമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഡയറക്ടർ എന്ന് പറയും, നീ ഇതിങ്ങനെയല്ല, കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ചെയ്യുമെന്ന് പറയും. അങ്ങനെ കുറച്ച് ദിവസം ഒരു ഡയറക്ടറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്നും ഡയറക്ടർ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് അത് രണ്ടും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. പിന്നെ ആ ലൈനിലൂടെ പോകാന്നുള്ളതാണ്. അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് അത്രയും ടെൻഷൻ എടുക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത്. ഇതിനു മുമ്പേ